ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വേണ്ടിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആണ്ടുവട്ടത്തിലൊരു നോമ്പുകാലത്തേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുന്നു. ചാക്രികമായി നാം തുടരുന്ന ആത്മീയ പദ്ധതികളുടെ ഒരു ഭാഗമായിട്ട് ഈ നോമ്പാചരണത്തെ കൊണ്ടു നടക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഉപവാസവും മാംസവർജനവും ഇന്ദ്രിയ നിഗ്രഹവും ഒക്കെ ഇക്കാലത്ത് ശീലിക്കുന്നവർ വിശ്വാസികളുടെ അനേകരാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നും എന്താണ് യഥാർത്ഥമായ ഉപവാസമെന്നും ബോധ്യതലത്തിൽ ഉറയ്ക്കാത്തത് കൊണ്ട് ആചരണങ്ങളെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പായാൻ നമുക്ക് എളുപ്പമുണ്ട്. നോമ്പിന് ശേഷം ഒരു പെസഹ മഹോത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ആ പെസഹ മഹോത്സവത്തോടനുബന്ധിച്ച് നാം ഉപേക്ഷിച്ചവയൊക്കെ കൂട്ടിച്ചേർത്ത് ജീവിതത്തെ വീണ്ടും പഴയപടിയാക്കാൻ നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തുടർന്നു വരുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് 50 നാളത്തേക്ക് 40 നാളത്തേക്ക് സ്വയം നിയന്ത്രിക്കുന്ന പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വിശ്വാസികളുടെ അധികം പേരും തത്വസന്ധരുമാണ്. യഥാർത്ഥ ഉപവാസം എന്താണ് എന്നതിനെ സംബന്ധിച്ച ബോധ്യവും ഉപവാസത്തിലൂടെ നാം കൈവരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നന്മകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഉപവാസം ഇത്തരത്തിൽ ഒരു ആചരണം മാത്രമായി ഒതുങ്ങുന്നത്. സുവിശേഷം എന്ന് ഈശോയുടെ ഉപവാസത്തെക്കുറിച്ച്, മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളും പഴയ നിയമത്തിൽ മോശ നടത്തിയ ഉപവാസവും നമ്മൾ ചിന്തയ്ക്കെടുക്കുന്നുണ്ട്. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്നു. 32-ാം അധ്യായത്തിൽ മോശ ദൈവസന്നിധിയിൽ എത്തുകയും ദൈവം മോശയോട് സംസാരിക്കുകയും മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ കൽപ്പനകളിൽ എഴുതപ്പെട്ട നിയമങ്ങളാണ്. അപ്രകാരം കൽപ്പനകളിൽ എഴുതപ്പെട്ട നിയമങ്ങൾ മോശ താഴെ ദൈവജനത്തിനടുത്തെത്തുമ്പോൾ അവർ വിഗ്രഹാരാധനയിൽ മുഴുകുന്നത് കൊണ്ട് എറിഞ്ഞുടയ്ക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലെത്തി 34-ാം അധ്യായത്തിൽ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. കഠിനമായി തപശ്ചര്യകൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മോശയുടെ മുൻപിൽ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുകയും മോശയോട് ദൈവം സംസാരിക്കുകയും 10 കൽപ്പനകൾ മോശയെ കൊണ്ട് എഴുതിക്കുകയും ചെയ്യും. ആ കൽപ്പനകളുമായി താഴേക്കിറങ്ങി വരുന്ന മോശ ആദ്യ തവണ ദൈവത്തിന്റെ നിയമവുമായി ദൈവജനത്തെ സമീപിച്ച മനോഭാവത്തോടെ അല്ല വരുന്നത്. ദൈവത്തോട് സംസാരിച്ചതിനാൽ മോശയുടെ മുഖം പ്രകാശിക്കുന്നതായി അഹരോനും കൂട്ടരും കാണുന്നു. അവർ ഭയപ്പെടുന്നു. 40 നാൾ ഉപവസിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താഴേക്കിറങ്ങി വരുന്ന മോശ ദൈവത്തെ മുഖാമുഖം കാണുന്നു. അതുകൊണ്ട് പിന്നീട് ജനത്തെ സമീപിക്കുമ്പോൾ മോശ മുഖം മൂടുന്നുണ്ട്. മോശയുടെ മുഖം ദൈവത്തിൻ്റെതുപോലെ പ്രകാശിക്കുന്നു. ഉപവാസത്തിലൂടെ നാം കൈവരിക്കേണ്ട ദൈവിക സമാനതയെ അല്ലെങ്കിൽ ദൈവാനുഭവത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് മോശയുടെ ഉപവാസവും ദൈവദർശനവും. ദൈവത്തെ ദർശിക്കുന്നവർക്ക് പഴയപടി ആയിരിക്കാൻ കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് മോശ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം ലഭിച്ച കൽപ്പനകളിലാണ്. രണ്ടാമത്തേതാകട്ടെ മോശയുടെ ഹൃദയത്തിലാണ്. മോശ അവ കൽപ്പനകളിൽ എഴുതുന്നു. അപ്രകാരം സ്വന്തം ഹൃദയത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമ്പോൾ മോശ മുൻപത്തെ പോലെ അല്ല പ്രകാശിതനായിട്ടാണ് കാണപ്പെടുക. ദൈവത്തെ പോലെ പ്രകാശിക്കുന്നവർ യഥാർത്ഥത്തിൽ ഓരോ ഉപവാസവും അല്ലെങ്കിൽ ദൈവദർശനവും ദൈവാനുഭവവും നമ്മെ ദൈവത്തെ പോലെ പ്രകാശിക്കുന്നവരാക്കി മാറ്റണം എന്ന കാര്യമാണ് മോശ അവിടെ നമുക്ക് അനുഭവമാക്കി തരുന്നത്. ഈശോ 40 നാൾ ഉപവസിച്ചു കഴിയുമ്പോൾ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ് ഈശോയെ പോലും പിശാച് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് പിശാചിന്റെ ശക്തിയെ അതിവർണ്ണന ചെയ്യാനാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയ്ക്ക് പോലും പ്രലോഭനം ഉണ്ടായി, ഈശോയെ പോലും പിശാച് പ്രലോഭിപ്പിച്ചു, ഈശോയെ പോലും പരീക്ഷിച്ചു എന്ന നിലയ്ക്കുള്ള വർണ്ണനകളും ആഖ്യാനങ്ങളുമാണ് നാം സാധാരണ കേൾക്കാറുള്ളത്. യഥാർത്ഥത്തിൽ 40 നാൾ ഉപവസിച്ച് പിതാവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈശോ പ്രകാശിതനാകുന്നതിന്റെ അടയാളങ്ങളാണ് നമുക്ക് ഈ പരീക്ഷാവേളയിൽ കാണാവുന്നത്. നാം എങ്ങനെയാണ് നമ്മുടെ ഭൗതിക പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നൽകുന്നതാണ് മരുഭൂമിയിലെ പരീക്ഷ. ഈശോയ്ക്ക് 40 നാൾ ഉപവസിച്ചതിന് ശേഷം വിശക്കുന്ന ഈശോയോട് പിശാച് പറയുകയാണ്,
ഈ കല്ലുകളോട് നീ അപ്പമാകാൻ പറയുക, നീ ദൈവപുത്രനാണല്ലോ. പലപ്പോഴും ദൈവജനം എന്ന നിലയ്ക്ക് അഭിമാനിക്കുകയും വിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിതം നയിക്കുകയും ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കില്ലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ, നമ്മൾ വിശ്വാസികളല്ലേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ ആവശ്യമായവ നേടുന്നത് നമ്മുടെ കഴിവിനാലാണെന്ന് തെറ്റിദ്ധരിക്കും. ഈശോയുടെ പിശാച് പറയുന്നത്, നീ ദൈവപുത്രനാണല്ലോ, എന്തിനിങ്ങനെ വിശന്നിരിക്കണം, ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ അവ അപ്പമാകുമല്ലോ, നിനക്കങ്ങനെ പറഞ്ഞുകൂടെ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ഞാൻ നിന്റെ സ്വന്തമാണല്ലോ, അതുകൊണ്ട് നീ വിചാരിച്ചാലെല്ലാം സംഭവിക്കും. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കാനും ബിസിനസ്സിൽ വിജയിക്കാനും രോഗം മാറാനും ജീവിതം അഭിവൃദ്ധിപ്പെടാനും എനിക്ക് കഴിയും, എനിക്ക് അത്തരം എല്ലാ അനുഭവങ്ങളിലൂടെയും മുൻപോട്ട് പോകാൻ കഴിയും, ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇവയൊക്കെ നേടാനായിട്ട് ശ്രമിക്കുന്നു. സാധാരണഗതിയിൽ നമുക്ക് വിരുദ്ധോക്തിയായി തോന്നാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുന്നത് അപകടകരമാണോ, പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുകയാണോ, പ്രാർത്ഥിച്ച് ദൈവാനുഭവത്തിലേക്ക് എത്തുകയാണോ വേണ്ടത്? ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തിൻ്റെതെന്ന ബോധത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ബോധത്തിൽ ഈ ലോകത്ത് പ്രകാശിക്കുകയും ചെയ്യേണ്ട നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിനായി ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു കേവല സങ്കുചിതമായ വിശ്വാസ വൈകല്യത്തിലേക്ക് വഴുതി വീഴുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈശോ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, പക്ഷേ ഈ കല്ലുകളല്ല യഥാർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതിർത്തി നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടു കൂടിയുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുന്നത്, മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുന്നത് ദൈവത്തിലാണെന്ന് ഉറപ്പിലാണ്. ഉപവാസം വഴി നാം എത്തിച്ചേരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ബോധ്യത്തിലാണ്. എന്റെ ഭക്ഷണമോ പാനീയമോ ജീവിത സാഹചര്യങ്ങളോ അല്ല എന്നെ നിലനിർത്തുന്നത്, ദൈവമാണ് എന്നെ നിലനിർത്തുന്നത്. പക്ഷേ ഇതേ ദൈവമാണ് എന്നെ നിലനിർത്തുന്നത് എന്ന ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല. പകരം ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുകയും ലോകസമാനതയിൽ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങി ലോക താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയായി ദൈവത്തെ പോലും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഉപവാസം കൊണ്ട് നാം ആർജിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവനാണ് ഞാൻ ജീവിക്കുന്നത്, അവനാണ് എന്റെ ജീവന്റെ അടിസ്ഥാനം, അതുകൊണ്ട് അവനിൽ നിന്ന് ജീവൻ സ്വീകരിക്കുകയാണ് വേണ്ടത്. ലോക താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയുള്ള ദൈവം എന്ന കാര്യമാണ് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു പ്രലോഭനങ്ങളെ നേരിട്ടത് പ്രലോഭിതനാകാൻ വേണ്ടിയല്ല, പ്രലോഭനങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ പ്രലോഭനങ്ങൾക്ക് മേൽ വിജയം വരിക്കണമെന്നും കാട്ടിത്തരാൻ വേണ്ടിയാണ്. പക്ഷേ പ്രലോഭനങ്ങളിൽ വീണ് ജീവിതാവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കകത്ത് ദൈവത്തെ ഉപയോഗിച്ച് അവ നേടിയെടുത്തുകൊണ്ട് എങ്ങനെ ജീവിതത്തെ സുഖകരമാക്കാമെന്ന ചിന്തയിലേക്ക് നാം മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് അത്തരം വേളകളിൽ നമുക്ക് കാണാൻ പറ്റുക. ഈശോയോട് പിശാച് പറയുന്നുണ്ട്, നിനക്ക് ഇവയെല്ലാം ഞാൻ നൽകാം, എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, ഈ കാണുന്നവയെല്ലാം എന്റെയാണ്. ഈശോ പറയുന്നു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തെ ആരാധിക്കാവൂ. ദൈവത്തെ ആരാധിക്കാൻ പ്രധാനപ്പെട്ടത് ദൈവാരാധനയെന്നത് സ്വയം ഉപേക്ഷയാണ്. യഥാർത്ഥ കാര്യങ്ങൾ കാണാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് കാര്യങ്ങൾ നേടാമെന്ന് നാം ലക്ഷ്യം വെക്കുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്നത് കാര്യങ്ങളിലാണ്, നമ്മുടെ ജീവിതാവശ്യങ്ങളിലാണ്, ഭൗതികതയിലാണ്. ഈ ഭൗതികതയിലേക്ക് കണ്ണു നട്ടുകൊണ്ടാണ് നാം ദൈവത്തിലേക്ക് മെഴിയുയർത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കുന്നത് പണത്തെയാണ്, സമ്പത്തിനെയാണ്, ലോകത്തെയാണ്, ഈ ലോകത്തിലെ പ്രശസ്തിയാണ്, ഈ ലോകത്തിൽ നമുക്ക് നേടണമെന്ന് നാം കരുതുന്ന ഭൗതിക ആവശ്യങ്ങളെയാണ് ദൈവമായി നമ്മൾ പലപ്പോഴും പരിഗണിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ആഗ്രഹങ്ങൾ നേടാനായിട്ടുള്ള നമ്മുടെ താല്പര്യത്തെ നാം താലോലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം തന്നെ ദൈവമായിട്ട് മാറണം. എന്റെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ എന്ന ദൈവത്തെ ബലപ്പെടുത്തുകയാണ്. യഥാർത്ഥ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നു. ആരാധന കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്. ഇത്തരം താല്പര്യങ്ങൾ, ഇത്തരം മോഹങ്ങൾ, കാര്യങ്ങൾ നേടിയെടുക്കാം, ദൈവമെല്ലാം തരും, ചോദിക്കൂ തരൂ എന്ന് പറയുന്ന പ്രലോഭനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പൈശാചിക പ്രലോഭനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഗോപുരമുകളിൽ നിന്ന് താഴേക്ക് ചാടാനായിട്ട് യേശുവിനോട് പിശാച് പറയുന്നുണ്ട്, ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ കർത്താവ് കാത്തുകൊള്ളും. പലപ്പോഴും സാഹസികമാകുന്ന നമ്മുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, സാഹസികമാകുന്ന മരുന്ന് വേണ്ട, പ്രാർത്ഥിച്ച് രോഗം മാറ്റാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള സാഹസികതയാണ്. ഈ സാഹസികത എന്തിനുള്ളതാണ്? ദൈവത്തെ പരീക്ഷിക്കുന്നതാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതെ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന ദൈവവചനം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പിശാച് യേശുവെ പ്രലോഭിപ്പിക്കുന്നത്. യേശു പറയുന്നു, ദൈവത്തെ പരീക്ഷിക്കരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, കർത്താവിനെ ആശ്രയിക്കുകയാണ് വേണ്ടത്.
നമ്മുടെ കുറവിലും പരിമിതിയിലും കൂടെയുള്ള ദൈവത്തിന് ആശ്രയിക്കാം. പക്ഷേ കർത്താവ് 9 നാളുകളിൽ നവനാൾ കൂടിയാൽ കാര്യം നടത്തി തരും. ഇത്ര നാൾ ഞാൻ ഉടമ്പടി എടുത്താൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഈ രീതിയിൽ ചിന്തിച്ചാൽ, ധ്യാനം കൂടിയാൽ എന്റെ കാര്യം നടത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കുന്നവരായിട്ട് ഞാൻ മാറിപ്പോകും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരീക്ഷകൾ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഉപവാസ നാളുകൾ നമ്മെ പഠിപ്പിക്കേണ്ടത്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. മോശയിലൂടെ വെളിപ്പെട്ടത് ദൈവദർശനത്തിൽ ഒരാൾക്കുണ്ടാകുന്ന മാറ്റമാണ്. ദൈവദർശനത്തിൽ ഒരാൾ പ്രകാശിതനാകുന്നു. ആ പ്രകാശം അയാളെ ദൈവോന്മുഖനാക്കുന്നു. അയാൾ ലൗകിക താല്പര്യങ്ങളെ അതിജീവിക്കുന്നവനായിട്ട് മാറുന്നു. ജീവിതത്തിൽ ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ ആവശ്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും എങ്ങനെ ക്രിസ്തു ജയിക്കാമെന്ന പാഠമാണ് മരുഭൂമിയിലെ പരീക്ഷ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ, നീ നിന്നെ ആരാധിക്കരുതെന്നും നിന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും താലോലിക്കരുതെന്നും ലോകവസ്തുക്കളുടെ ആരാധന പാടില്ലെന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ഏറ്റവും അപകടകരമായ വഴി ദ്രവ്യാസക്തിയിലുള്ള നമ്മുടെ വീഴ്ചയാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും മൂലം. അതുകൊണ്ട് ദ്രവ്യാസക്തിക്കടിപ്പെട്ട് ലോക താല്പര്യങ്ങൾക്കടിപ്പെട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയായി ഉപവാസം പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ 50 നാളുകളിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി ഉള്ളതായിട്ട് മാറും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് പഠിപ്പിക്കുന്നവർ വരെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. വാസ്തവത്തിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ സ്വയമുപേക്ഷ വഴി ആരാധനയായി സമർപ്പിക്കാൻ കിട്ടുന്ന ഒരു മാർഗത്തെ, അല്ലെങ്കിൽ അതിനായി നിഷ്കർഷിക്കപ്പെട്ട ഒരു മാർഗത്തെ കേവലാചാരമായും അനുഷ്ഠാനമായും അതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് കുറുക്കു വഴിയാൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ആത്മീയമായ വീഴ്ചയാണ്. അതാണ് ഉപവാസം സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് ഉപവാസം, എങ്ങനെയായിരിക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ 58-ലും എഫേസ്യർ 4:17 മുതൽ 23 വരെ തിരുവചനങ്ങളിലും വ്യക്തമായി ഉപവാസത്തിന്റെ ആന്തരിക സത്തയായി ഉണ്ടാകേണ്ടത് എന്താണെന്നും യഥാർത്ഥ ഫലം എന്താണെന്നും എന്താണ് ലക്ഷ്യം വെക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, സഹോദരങ്ങളെ അകറ്റി നിർത്തുന്നതല്ല, കെട്ടുകൾ അഴിക്കുന്നതാണ്, മുഖങ്ങൾ അഴിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. അവരുടെ മേലുള്ള മൂക്കുകയറുകളെ അഴിച്ചു കളയാൻ എനിക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നത് എന്താണ് യഥാർത്ഥ ഉപവാസം? കുറെ നാളത്തേക്ക് നിങ്ങൾ എളിമപ്പെടുന്നതാണോ? ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ തളർത്തുന്നതാണോ? എന്താണ് യഥാർത്ഥമായ ഉപവാസം? എന്നിട്ട് പറയുന്നുണ്ട്, സഹോദരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കരുത്, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കരുത്. യെശയ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, ഉപവസിച്ചിട്ട് എന്ത് കാര്യം, എന്തിനാണ് ഉപവസിക്കുന്നത്, ഉപവസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണഗതി ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാൻ, ഏതെങ്കിലും ഒരു താല്പര്യം നിറവേറി കിട്ടാൻ, നമ്മൾ നല്ലവരാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള കുറുക്കുവഴി എന്ന നിലയ്ക്കാണ്. 50 നാളത്തേക്ക് നാം കൊല്ലാൻ ഉദ്ദേശിക്കുന്ന പശുവിനെ മാറ്റി കിട്ടുന്നു. 50 നാളിന് ശേഷം തിരികെ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മദ്യത്തെയും ലൗകിക താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. വാട്സപ്പ് വരെ ഉപേക്ഷിക്കുന്നവരുണ്ടെന്നാണ് കേൾക്കുന്നത്. 50 നാളത്തേക്ക് 50 നാൾ കഴിഞ്ഞ് എടുക്കാമെന്ന പ്രതീക്ഷയിലാണ്. അതായത് ഹൃദയം കൊണ്ട് വർജിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു തൽക്കാലത്തേക്ക് ഒരു ഇടവേള കൊടുക്കാം. ഇടവേള നല്ലതാണോ എന്ന് ചോദിച്ചാൽ തൽക്കാലത്തേക്ക് ഉപകാരപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ നാം ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാവം എന്താണ്? എനിക്ക് ദൈവം മതി സന്തോഷത്തിന്, എന്റെ താല്പര്യം ദൈവമാണ്, തൃപ്തി നൽകുന്ന ദൈവമാണ്, ക്രിസ്തുവിനെ ആശ്രയിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന പരമാർത്ഥ ബോധമല്ല നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രതി ജീവിതം സമർപ്പിക്കാനുള്ള ഒരു ബലം പകരേണ്ട ഉപവാസം സാധാരണഗതിയിൽ സംഭവിക്കുന്നത് കേവലം ഒരു ആചാരമായിട്ട് മാറുന്നു. 50-40 നാളുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായി തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? 50 നാളുകളിൽ നാം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബലത്തെ കുറയ്ക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയും. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കേണ്ടതാണ് ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. മോശയുടെ ഉപവാസത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകന്റെ ഉപവാസത്തെ കുറിച്ചുള്ള പ്രബോധനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ യെശയ്യാ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സുഖമാണ് നിങ്ങൾ തേടുന്നത്, നിങ്ങൾ വേലക്കാരെ പീഡിപ്പിക്കുന്നു, കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും മറ്റുള്ളവരെ മർദ്ദിക്കുന്നതിനുമാണ് നിങ്ങൾ ഉപവാസത്തെ ബലപ്പെടുത്തുന്നത്. ഉപവാസം കൊണ്ട് നമുക്കുണ്ടാകുന്നത് ഹൃദയ എളിമയാണ്, അവരോന്മുഖമായ ജീവിതമാണ്. മറ്റുള്ളവരുടെ വിശപ്പിനെ തിരിച്ചറിയാനും അവർക്ക് വേണ്ടി ആയിരിക്കാനും കഴിയലാണ്. അവരുടെ കുറവുകൾക്കും പോരായ്മകൾക്കും പരിഹാരമായി സ്വയം അർപ്പിക്കാനുള്ള ബലമാണ് ആർജിക്കേണ്ടത്. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ ബലവാന്മാരാണെന്ന് നടിക്കാൻ വേണ്ടി 50 നാളുകൾ ഉപവസിച്ച് ഞാൻ ശക്തനാകുന്നു എന്ന് ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. ദൈവവിരുദ്ധമായിട്ടാണ് ഇത്തരം ഉപവാസങ്ങൾ ചെന്ന് പതിക്കുക. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അയക്കുകയും
മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും മുടിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം. ഞാൻ മറ്റുള്ളവരുടെ മേൽ ഏൽപ്പിക്കുന്ന മുഖഭാരങ്ങൾ, നിയമങ്ങൾ, കാർക്കശ്യങ്ങൾ അവ അഴിച്ചു കളയുന്നതിന്റെ പേരല്ലേ ഉപവാസം. അവരെ അംഗീകരിക്കുകയും അവരെന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം എന്നാണ് യേശയ്യ ചോദിക്കുന്നത്. പഴയ ഉപവാസ രീതിയുടെ കാഠിന്യത്തിൽ നിന്ന് യേശയ്യ അതിന്റെ ഉൾവെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. യേശയ്യ ചോദിക്കുന്നു, നിങ്ങളുടെ ഉപവാസം എങ്ങനെയാണ്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഉപവാസം കൊണ്ട് നാം എന്താണ് നേടുന്നത്? ഭക്ഷണം കഴിക്കാതിരിക്കുക, ചാക്കുടിക്കുക, ചാരം പൂശുക, ഇങ്ങനെ ആചാരപരമായ നിരവധി ശീലങ്ങൾ പാലിച്ചൊരു ജനതയുടെ മധ്യത്തിലാണ് യേശയ്യ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ മർദ്ദിതരുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ ഭാരം അയക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതല്ലേ? അവരുടെ സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കാനും എളിമപ്പെടാനും ഹൃദയപരമായി ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പേരായിട്ട് മാറണം ഉപവാസം എന്നാണ് യേശയ്യ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്ന, പുതിയ നിയമത്തിലല്ല. പഴയ നിയമകാലത്ത് തന്നെ ഇത്തരം ഉപവാസങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമായി യേശയ്യ പറയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് ഉപവാസത്തിന്റെ അടിസ്ഥാനമായിട്ട് യേശയ്യ പ്രവാചകൻ പഴയ നിയമത്തിൽ പോലും പറയുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണമായിട്ട് മാറുക, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, സ്വന്തക്കാര്യം ഒഴിഞ്ഞു മാറാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ടൊന്ന് പരിശോധിക്കും. എപ്പോഴും പഴയ നിയമം പറഞ്ഞ് അതിലെപ്പോലെ ആയിത്തീരണമെന്നൊക്കെ വാശി പിടിക്കുന്നവരാണല്ലോ നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ വിശപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് ആലോചിക്കാം. നമ്മൾ ഭക്ഷണത്തിൽ രുചിയൊക്കെ താല്പര്യമുള്ളവരാണല്ലോ. ഭക്ഷണമില്ലാതെ വലയുന്നവരെ കുറിച്ചും ഒരു നേരത്തെ ആഹാരത്തിനായി ഒരു നിവൃത്തിയും ഇല്ലാതെ കഴിയുന്നവരുമായി 40 കോടി ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ രുചികരമായ ഭക്ഷണത്തിന് വേണ്ടി ബലം പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശക്കുന്നവനും ഊട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഭക്ഷണ കാര്യത്തിൽ പോലും നാം നമ്മെ തന്നെ പ്രമാണിക്കുന്നവരും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറുന്നില്ലേ? മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടോ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? വിശക്കുന്നവരെ കുറിച്ചൊക്കെ നമുക്ക് പുച്ഛമല്ലേ? അവർക്ക് ജോലി ചെയ്ത് ഭക്ഷണം സമ്പാദിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ലേ? കാനയിൽ നിന്നും അഴുക്കും കുമാരങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഒരിക്കലും അവരിലേക്ക് ചിന്തിക്കുന്നില്ല. എത്ര വൃത്തികെട്ട മനുഷ്യരെന്ന് നമ്മൾ ആലോചിക്കുന്നത്, എത്ര നിവൃത്തികെട്ട മനുഷ്യരെന്ന് ആലോചിക്കുന്നുള്ളൂ. വിശപ്പ് മനുഷ്യനെ കാരണം എന്നാ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കാമെന്നാവും. എന്തും ഭക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അത്തരത്തിൽ വിശപ്പ് സഹിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഓരത്ത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തിട്ടുണ്ടോ? ഭവനരഹിതനെ വീട്ടിൽ കയറ്റാൻ നമുക്ക് പറ്റുമോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി എന്താ? വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ തിരുനാളിന്റെയും ആഘോഷത്തിന്റെയും ജൂബിലിയുടെയൊക്കെ മറവിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കും. വലിയ പുണ്യപ്രവൃത്തിയെ നമ്മൾ വിചാരിക്കുക. വാസ്തവത്തിലൊന്ന് ആലോചിക്കുക. ഭവനരഹിതനായ ഒരുവനെ, കിടക്കാൻ ഇടമില്ലാത്ത ഒരുവനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിപ്പിക്കൂ. സ്വന്തം വീട്ടിൽ ഒരാൾക്ക് ഇടം കൊടുക്കുക എന്നതിനർത്ഥം സ്വന്തം ഹൃദയത്തിൽ ഇടം കൊടുക്കുക എന്നാണ്. വീട്ടിലിടം കൊടുക്കുക, ശരി, മുറിയിൽ ഇടം കൊടുക്കുക എന്നല്ല, സ്വന്തം ഹൃദയത്തിൽ ഇടം കൊടുക്കുക എന്നാണ്. ഭവനമില്ലാതെ അലയുന്ന ഒരുവനെ, ഇടമില്ലാതെ പോകുന്ന ഒരുവനെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ ഹൃദയത്തിൽ ഇടം കൊടുക്കാനും കഴിയൂ. അപ്രകാരം കഴിയാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിനെ അവരിൽ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഉപവസിച്ച് നമ്മൾ മഹാന്മാരാണെന്ന് നടിക്കുകയാണ്, ബലവത്താണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിക്കുകയാണ്, വിശ്വാസത്തിൽ ഉന്നതിയിലാണ് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ ഈ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നഗ്നനെ ഉടുപ്പിക്കുന്നവരായി നമ്മൾ മാറുന്നുള്ളൂ. സ്വന്തം വസ്ത്രത്തെ കുറിച്ച് എന്തോരം ആകുലതയാണ് നമുക്കുള്ളത്. ആധുനികമായി വരുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് വേണം തോന്നണില്ലേ? പുതിയ പുതിയ ഫാഷനിലും ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ എപ്പോഴും നമ്മൾ സുന്ദരമായിട്ട് അണിഞ്ഞൊരുങ്ങണമെന്നല്ലേ ആഗ്രഹിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നാണം മറയ്ക്കാൻ തുണിയില്ലാതെ, സ്വന്തം നഗ്നത മൂടിവെക്കാൻ കഴിയാതെ ഒരു കീറത്തോർത്തെടുത്ത് കഴിയുന്ന എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്. എന്തിന്? നമ്മുടെ ചുറ്റുവട്ടത്തെ നോക്കിയാൽ കാണാം. എന്നും ഒരേ തരത്തിൽ സാരിതയിൽ ഉടുക്കുന്നവർ പറയില്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും പഴയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നടക്കുന്ന മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ കാണാതെ പോകണം. ഇത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കണം. നമ്മൾ ഉപവസിക്കുന്നുണ്ട്, പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ നഗ്നനെ ഒളിപ്പിക്കുക എന്ന കാര്യം ഓർക്കുന്നില്ല. അവരുടെ നഗ്നത നമ്മെ വേദനിപ്പിക്കുന്നില്ല. ഇനി സ്വന്തക്കാരിൽ നിന്ന് എങ്ങനെയാണ്? ഒരാൾ നമ്മളോട് അടുത്തു കൂടുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ പറ്റിക്കുന്നില്ലേ? എല്ലാ ബന്ധങ്ങളും നഷ്ടമെന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സ്വതന്ത്രരാകാൻ വേണ്ടി ബന്ധങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവരൻ എന്റെ സ്വന്തമാണെന്നും അവൻ കഷ്ടപ്പെടുന്നത്
ദൈവസന്നിധിയിൽ എന്നോടുള്ള ചോദ്യമായി മാറുമെന്ന്. കാരണം അവന്റെ കഷ്ടത്തിൽ തുണയാകേണ്ടവൻ ഞാനായിരുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കഷ്ടതയും ദൈന്യതയും അയാൾ കൂടെ നിൽക്കുന്നയാളാണ്. സാഹോദര്യത്തിൽ നിന്നകന്ന്, സ്നേഹത്തിൽ നിന്നകന്ന് അവരന്റെ ജീവന് തുണയാകേണ്ടവനാണ്, അവരന്റെ ജീവന് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പുണ്യം ചെയ്യുന്നതായിട്ട് കരുതുന്നു. യെശയ്യാ പറയുന്നത് ഇപ്രകാരം നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രഭാതം പൊട്ടി വീഴരും. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമുള്ളൂ എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എന്നാൽ എഫേസ്യർ ലേഖനത്തിൽ വരുമ്പോഴോ കുറച്ചുകൂടി നമുക്ക് വ്യക്തതയോടെ കാര്യം കാണാൻ പറ്റും. അവിടെ പറയാണ്, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റുകയും. ഒരു ലോകക്രമത്തിൽ ജീവിച്ചവരാണ് നമ്മൾ. ലോകത്തിന്റെ താല്പര്യങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചൂട് സഹിക്കാൻ വയ്യ, തണുപ്പ് സഹിക്കാൻ വയ്യ, ഇഷ്ടങ്ങൾ നിറവേറാതിരുന്നാൽ അസഹ്യമായ വേദനയാണ് നമുക്ക്. ഈ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങിയിട്ടാണ്, ഇന്ദ്രിയങ്ങളിൽ കുടുങ്ങിയിട്ടാണ് നമ്മൾ ജീവിക്കുക. ആ ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ, കണ്ണിന് കൗതുകരം, ആസാദ്യം, അറിവേകാൻ കഴിയുമെന്നല്ല അഭികാമ്യം എന്ന് കണ്ട് ആ പഴം പറിച്ചു തിന്ന, ലോക താല്പര്യങ്ങളിൽ മുഴുകിപ്പോയ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പഴയ മനുഷ്യൻ. നമ്മളെ തന്നെ പരിശോധിച്ചാൽ മതി. ആസക്തികളാൽ കുടുങ്ങി ജീവിച്ചിട്ടുണ്ടോ? മോഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറാതെ പോകുമ്പോൾ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ? അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആസക്തികളാൽ കലുഷിതനായ ഒരു മനുഷ്യനെയാണ്. ആ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള അവസരമാണ് ഉപവാസം. ആ പുതിയ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ധരിക്കാതിന് അർത്ഥം എന്താണ്? സ്വയം ഉപേക്ഷയുടെ ജീവിതം ഉണ്ടാകുക എന്നാണ്. അവനവനെ ഉപേക്ഷിച്ച് അവന് വേണ്ടി ജീവിക്കാൻ പഠിക്കുക, സ്വന്തം താല്പര്യങ്ങളെ മറികടന്ന് മുമ്പോട്ട് പോകാൻ പഠിക്കുക. നമ്മൾ ഓർക്കണം, പഴയ നിയമത്തിലൊരു ഉപവാസവും പുതിയ നിയമത്തിലൊരു ഉപവാസത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. പഴയ നിയമത്തിലെ ഉപവാസം കൽപ്പനകൾ സ്വീകരിക്കുന്ന ഉപവാസമാണെങ്കിൽ പുതിയ നിയമത്തിലെ ഉപവാസം കൽപ്പനകളെക്കാൾ ഉപരി ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കുന്ന ഉപവാസമാണ്. ദൈവത്തെ പ്രതി ജീവിതമായി മാറുകയാണ്. അവിടെ നിയമങ്ങളൊക്കെ അപ്രസക്തമായി മാറും. എല്ലാ നിയമങ്ങളെക്കാളും ഉപരി ദൈവമാണ് ജീവിതമെന്നും ദൈവത്തിലാണ് ജീവിതമെന്നും ഉറപ്പിക്കുന്ന ഒരാളുണ്ടാകണം. യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുക അപ്രകാരം പിതാവിലേക്ക് ഉന്മുഖമായ ഹൃദയത്തോടെ അവന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ ഭൂമിയിലേക്ക് വന്ന മനുഷ്യപുത്രനെയാണ്. സ്വയാർപ്പണത്തിന്റെ വേദിയായി ജീവിതത്തെ മാറ്റുന്ന ഒരാളെ നാം കാണുകയാണ്. എന്നിട്ട് അവൻ സുരക്ഷിതത്വം ഉപേക്ഷിക്കുന്നു. ദൈവം പാദം കല്ലിൽ തട്ടാതെ സൂക്ഷിക്കും എന്ന കാര്യം അവൻ പരിഗണിക്കുന്നില്ല. കഷ്ടതകൾ നേരിടാൻ തയ്യാറാവുന്നു. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നന്മ ചെയ്താൽ നന്മ കിട്ടൂല എന്നാണ്. നന്മ ചെയ്ത ആർക്കാ നന്മ കിട്ടിയിട്ടുള്ളത്? യേശുക്രിസ്തുവിന് കിട്ടിയില്ല, ശിഷ്യന്മാർക്ക് കിട്ടിയില്ല, വിശുദ്ധന്മാർക്ക് കിട്ടിയില്ല. നന്മ ചെയ്യുകയും നന്മയ്ക്ക് പ്രതിഫലമായി നന്മ വേണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൽ പരിച്ഛേദന ഉണ്ടാകുന്നത്. ഹൃദയപരമായി പരിച്ഛേദനം ആവശ്യമാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ലഭിക്കുമെന്നല്ല, എല്ലാം ദൈവത്തിൽ നിന്നാണെന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരുകയും ക്രിസ്തുവിനേക്കാൾ കൂടുതലായി ഒന്നും വേണ്ടെന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് യഥാർത്ഥ വിശ്വാസം. ഉപവാസത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബലം അതാണ്. അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്, ഈ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നതാണോ, അല്ലെങ്കിൽ ഈ ആസക്തികളെയൊക്കെ 50 നാളത്തേക്ക് 40 നാളത്തേക്ക് മാറ്റിവെച്ച് ഇതിനുശേഷം പൂർവാധികം ഭംഗിയോടെ ഇവയൊക്കെ തിരികെ എടുക്കാവുന്ന പ്രതീക്ഷയാണ്. ചിലരൊക്കെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി, ജീവിതത്തിലെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപവാസം ഉപയോഗപ്പെടുത്തുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാനായിട്ട് നിരവധി പേർ പ്രലോഭിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കും, നിങ്ങളുടെ കാര്യം നടക്കും. ഈ 50 നാളത്തെ ഉപവാസം ഈ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ഏത് നിയോഗത്തിന് വേണ്ടി? ഒരു കാര്യം കാണാനുള്ള താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. യഥാർത്ഥത്തിൽ വിശ്വാസത്തെ ഇങ്ങനെ ഭൗതിക അഭിലാഷങ്ങളിൽ മുക്കിക്കൊള്ളുന്ന പ്രവൃത്തിയാണ്. ഉപവാസം തരംതാണു പോവാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഓർക്കേണ്ടതുണ്ട്, എന്തിനാണ് ഉപവസിക്കുന്നത്? ഉപവസിക്കുന്നത് സ്വയം എളിമപ്പെടാനാണെങ്കിൽ അതിന് ആദ്യം വേണ്ടത് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം ജീവിക്കാൻ പഠിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഉപേക്ഷകൾ ഉണ്ടാകുകയാണ്. ഉപേക്ഷകളുടെ വഴിയെ ക്രിസ്തു സന്നിധിയിലേക്ക് യാത്രയാണ് ജീവിതമെങ്കിൽ അപരോന്മുഖമായ ജീവിതം മാറണം. അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം, മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തുന്നവരായി, പ്രയത്നിക്കുന്നവരായി, ജീവിക്കുന്നവരായി, സ്വന്തം താല്പര്യങ്ങളെ കൈവിടുന്നവരായി ജീവിക്കാൻ കഴിയുമെങ്കിലാണ് ഉപവാസം അനുഗ്രഹപ്രദമായിട്ടും അനുഭവപ്രദമായിട്ടും മാറുക. ഈ കാലത്ത് ഉപവാസത്തിനായി പല മാർഗങ്ങൾ ആളുകൾ ഉപദേശിക്കും. വാട്സപ്പ് ഉപേക്ഷിക്കുക, ചാറ്റുകൾ ഉപേക്ഷിക്കുക. വാട്സപ്പും ചാറ്റുകളും ഉപേക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? വേറൊന്നിലേക്ക് നമ്മൾ വഴിമാറും. ഉപവസിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെയാണല്ലോ. പകൽ ഉപവസിച്ച് രാത്രി കഴിക്കും. ഭക്ഷണം എന്നതിനെ
ഒരു ആവശ്യം എന്ന നിലയ്ക്ക് സ്വീകരിക്കുന്നതിനെ അല്ല, ഒരാവശ്യമെന്ന് ജീവിതാവശ്യമായ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെ അല്ല ഉപവാസമായിട്ട് കാണേണ്ടത്, ഇഷ്ടങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നുള്ള മോചനത്തെയാണ്. അവനവനിൽ കുടുങ്ങിപ്പോകുന്ന, സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന മനോഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉപവാസം എന്നത് അർത്ഥരഹിതമായിട്ട് മാറുന്നു. ഇത് അവരിന് വേണ്ടിയുള്ള ജീവിതമാണെന്നും അവരിനാണ് പ്രധാനമെന്നും ധരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ ഉപവാസം യഥാർത്ഥത്തിൽ പാഴായി പോകും. അതുകൊണ്ട് നോമ്പുകാലത്തിന്റെ ചര്യകളിലൂടെ കടന്നു പോകുമ്പോൾ കേവല അനുഷ്ഠാനമായിട്ടും ആചാരമായിട്ടും അത് സ്വീകരിക്കാതെ ഹൃദയഭാവത്തോടെ ക്രിസ്തുവിനുള്ള ജീവിതത്തിന്റെ ഒരു ചവിട്ടുപടിയായി ഈ നാളുകളെ കാണാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഗ്രഹം അനുഭവിക്കാൻ കഴിയും, ക്രിസ്തുവിന്റെ കൂട്ടുനടപ്പ് അനുഭവിക്കാൻ കഴിയും. അപ്രകാരം ക്രിസ്തുവിൽ ഒരു ജീവിതം, ക്രിസ്തുവിനോടൊത്തുള്ള ഒരു ജീവിതം, ക്രിസ്തുവിൽ പിതാവിന് ആരാധനയാവുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.